ഈ സ്ഥലത്തിന്റെ പേരാണ് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞിപ്പള്ളിയിലെ പ്രധാനപ്പെട്ട കുഞ്ഞിപ്പള്ളി എന്ന് വരാൻ കാരണം ഇവിടെ ഒരു മക്കാമും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണിത്. അപ്പൊ ഈ ഒരു പള്ളിയോട് ചേർന്ന് തന്നെ ഇതാ കയറാനുള്ള പോക്കിലാണ്. ഇപ്പൊ ഇവിടുന്ന് പിന്നെ മാഹി തലശ്ശേരി മാഹി ബൈപ്പാസ് അല്ലേ, അങ്ങനല്ലേ അറിയപ്പെടുന്നത്. മാഹിനെ പറ്റി ഇങ്ങോട്ട് അധികം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാലോ മാഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നും. ഒരുപാട് ഔഷധങ്ങൾ സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് മാഹി. ആവശ്യമുള്ള സ്ഥലം. ഒരുപാട് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് മാഹി. എനക്കാൻ ആവശ്യമാണ്, ചില ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള സാധനമാണ്. എന്തായാലും ഈ റോഡ് കയറി നല്ല പെർഫെക്ഷൻ ഉള്ള റോഡാണ്. അപ്പോൾ റോഡ് പണിയും സുലൈമാനെ മെല്ലപ്പോട് ചില ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. ഇവിടെ വന്ന് നിൽക്കും. അല്ല, ഇത് വേറെ പ്രശ്നം എന്താ അറിയാം, ഈ റോഡില് പിന്നെ ഈ ലൈന് കൂട്ടി ഒറ്റ നമ്മളിപ്പോ ഉള്ള സ്പീഡ് ട്രാക്കാണ്. ഇതിൽ ചില ലോറിക്കാര്, പിന്നെ ഓട്ടോറിക്ഷക്കാര്, ബൈക്കുകാര്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ട്രാക്കിലാണ്. പ്രത്യേകിച്ച് ബൈക്കുകാരോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അറിയാം, ഇതിൽ നിന്ന് ശരിക്കും എന്താ വെച്ചാല് സ്പീഡ് ട്രാക്കിൽ നിന്ന് വണ്ടി തട്ടി ഇൻഷുർ പോലും കിട്ടും. ഈ ഫസ്റ്റ് ലൈൻ അല്ലേ, ഫസ്റ്റ് ലൈനിൽ നിന്ന് വണ്ടി തട്ടിക്കഴിഞ്ഞാല് ഇൻഷുർ പോലും അവർക്ക് കിട്ടൂല. എന്നുവെച്ചാൽ ഇത് ഈ ട്രാക്കിൽ അവർ ഓടാൻ പാടില്ല. ബൈക്ക്, ഓട്ടോറിക്ഷ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓടാൻ കിട്ടില്ല. നമ്മൾ തന്നെ ഇപ്പൊ ഡ്രൈവ് ചെയ്യാന്ന്, നമ്മൾ രണ്ടാളും ബൈക്ക് ഉപയോഗിക്കുന്നതല്ലേ. നമ്മളിപ്പോ ഈ റോഡ് കയറിയാൽ നല്ല കാലായിട്ട് ഇങ്ങനെ റോഡ് ഇങ്ങനെ കാണും. അപ്പോൾ ഇതില് ഫാസ്റ്റ് ട്രാക്ക് തന്നെ അടിച്ച് ഇങ്ങനെ നമ്മളെ സ്പീഡിൽ ഇങ്ങനെ പോകാൻ പാടില്ല. നമ്മളെ സൈഡിലാണ് പോകാൻ പാടും. അവർ തന്നെ ലോറിക്കാർ, അവർ സെക്കൻഡ് ലൈനിലാണ് പോകാൻ പാടും. സെൻട്രൽ ലൈനിൽ കൂടിയാണ് അവർ പോകാൻ പാടും. പക്ഷേ ഇതിൽ ഇവിടെ ബോർഡ് കാണിക്കുന്നുണ്ട് കാറ് 80, മറ്റേ ട്രാക്ക് ഇതില്ലേ കണ്ടെയ്നർ വണ്ടി, പിന്നെ ഗുഡ്സ് വണ്ടികൾ, ട്രക്കുകൾ എല്ലാം എന്താ വെച്ചാൽ സെൻട്രൽ ലൈനിൽ കൂടിയാണ് പോകാൻ പാടും. സെക്കൻഡ് ലൈൻ ഇത് റോഡ് ഇങ്ങനെ തെള്ളുന്നുണ്ട് കേട്ടോ. പാലങ്ങളായാലും ഇങ്ങനെ തെള്ളുന്നുണ്ട്. അതായത് സുഖമില്ല. ഇത് ശരിക്കും എത്ര ദൂരം പിന്നെ പാലം. പിന്നെ ഇതിൽ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ടോൾ ഗേറ്റ്. ടോൾ കൊടുക്കാണ്ട് എങ്ങനെ പോവാം, അതാണ് നമ്മള് ഇന്നത്തെ ഉള്ള വണ്ടിയാണ്. പിന്നെ പറഞ്ഞാല് ഇതിന് ടോൾ ബൂത്ത് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഫാസ്റ്റാഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെന്താക്കുന്ന ഫാസ്റ്റാഗ് കൊടുക്കൂല, ടോള് കൊടുക്കാണ്ട് പോകുക. അതെങ്ങനെ അതൊക്കെ കാണിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്, എണ്ണ അടിക്കുക. ഈ റോഡിൽ കയറിയാല് മാഹി പെട്രോൾ പമ്പ് എങ്ങനെ എണ്ണ അടിക്കാന്നുള്ളത് അതും വേറെ ഉണ്ട്. ഇതിന് ഒരു സിഗ്നൽ, കറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ ആ പറയുന്ന സ്ഥലത്ത് നിന്ന് കറക്റ്റ് നിങ്ങള് ലെഫ്റ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, സർവീസ് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പെട്രോൾ പമ്പ് ഉണ്ട്. ഇനി പിന്നെ പുതിയതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഈ റോഡിൽ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്. അതല്ലാതെ വേറൊരു പെട്രോൾ പമ്പ് നിലവിൽ എന്തുണ്ട് ഇവിടെ പണി നടക്കുന്നു. നിലവിലുണ്ട്. ആകെയുള്ള ഇത് പറയും. ഈ റോഡിൽ എനിക്കറിയാമോ ആകെ ഒരു മിസ്റ്റേക്ക് എന്താ അറിയുന്നത്, ഒരു സിഗ്നലാണ് കൊടുത്തത്. ഇവിടെയാണ് നമ്മൾ ഒരു 1.5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഇവിടെ സിഗ്നൽ കൊടുത്ത് എന്തിനാന്നല്ല അറിയാം. ഈ സിഗ്നൽ അറിയാത്ത കുറെ ആൾക്കാർ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറന്ന് വന്നിട്ട് ഓടിക്കുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കും കൂടിയാണ്. റോഡ് ശ്രദ്ധിച്ച് ഓടിക്കണം. ഈ റോഡിൽ ഇപ്പൊ ഒരുപാട് അപകടങ്ങൾ നടന്നില്ലേ. പമ്പയുടെ ഇവിടെ ഒരു പാലം കാണുന്നുണ്ടോ? നേരെ മുന്നിൽ നീലക്കടലില് എത്തട്ടെ ആ പാലം കാണുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ ഒരു പെട്രോൾ പമ്പ് പണി നടക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. ഈ പാലം ഇതിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഇന്ത്യക്കാരനിട, ഇവിടുന്ന് ഇന്ത്യക്കാരനിടണോ, അല്ലാണ്ട് ആടെ പോയ പാട് ഇന്ത്യക്കാരനിട്ടാല് വെഹിക്കിളിൽ വന്നിട്ട് അടിച്ച് തെറിച്ചു. ഇവിടുന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാല് പള്ളൂർ എന്നുള്ള ഇത് കാണാം. ഈ സർവീസ് റോഡിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അഥവാ എണ്ണ ഇല്ലെങ്കിലാണ് പള്ളൂരേക്ക്. പള്ളൂർ റോഡിന് ഒരു പമ്പുണ്ട്, ഇഷ്ടംപോലെ പമ്പുണ്ട്. പിന്നെ കാണുന്നതാണ് ഇവിടെ ലെഫ്റ്റിലേക്ക് കയറുക. ലെഫ്റ്റിലേക്ക് കയറുന്നേരെല്ലാം വേറെ ബോർഡെല്ലാം ഉണ്ടാവും, അന്ന് നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മള് പെട്രോൾ അടിക്കാനാണ് നമ്മൾ വരുന്നത്, വേറെ എണ്ണകളൊന്നും നമ്മൾ ചിന്തിക്കാം. ഇവിടെ തന്നെ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ വന്നാൽ കാണുന്നതാണ് പമ്പ്. ഈ കാണുന്നതാണ്
എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ ഇപ്പോൾ എണ്ണ അടിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ നാട്ടിൽ പൈസ എത്രയാ? 94.60. ആ, എന്നാലും ഇവിടെ എത്രയാണെന്നറിയാ? 82.95 ഇവിടുത്തെ പൈസ. 81, 86. എത്ര വ്യത്യാസം ഉണ്ടാകാൻ നേരം? അപ്പോൾ 90. ഇവിടെ ചെന്നില്ല, സർവീസ് റോഡിൽ നിന്ന് കയറാൻ കുറേ പോകണം. സർവീസ് റോഡിൽ പോയി തന്നെ അപ്പൊ അതിന് ബദൽ നമ്മൾ എന്ത് വെച്ചാല് ഇവിടുന്ന് റോങ് കയറി പോകാതെ, ഇവിടുന്ന് ഒരുപാട് വണ്ടിക്കാർ റോങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ റൈറ്റിലേക്ക് കയറി റൈറ്റിൽ കൂടി തന്നെ കയറിയിട്ട് പോകുന്നുണ്ട്. അത് അപകടമാണ്. നമ്മൾ ഒരിക്കലും ചെയ്തു. നമ്മളിവിടെ ലെഫ്റ്റിൽ കൂടി തന്നെ എന്ത് ചെയ്യാ, ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് കുഞ്ഞിപ്പള്ളിക്ക് റൂട്ട് എടുക്കുക. വേഗം ചെയ്യുന്ന പരിപാടിയാണ്. എന്നിട്ട് ഈ ഹൈവേക്ക് കയറുക, റൈറ്റിലേക്ക് പോകുക. അവിടുന്ന് നമ്മളെ ഹൈവേ കയറുക, സർവീസ് റോഡ് വീണ്ടും അവിടെ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു സർവീസ് റോഡ് ഉണ്ട്. അതിൽ ഇറങ്ങുക. നേരെ എന്താ വെച്ചാൽ അണ്ടർപാസ് കയറുക, വീണ്ടും റൈറ്റിലേക്ക് തന്നെ പോവുക. നമ്മൾ പൂണ്ടി സ്ഥലത്തേക്ക് തന്നെ, കണ്ണൂർ റോഡിലേക്ക്. നമുക്ക് കണ്ണൂരിലുള്ള ബോർഡ് കാണാം. ഹൈവേ കയറുക, നേരത്തെ പോയത് പിന്നെ നമ്മളെ ഇത് പറയണ്ടേ, ടോൾ എടുക്കണ്ടേ? ടോൾ തന്നെ ഇല്ലേ? ചാട്ടി പിടിച്ച് പോവാ. നമ്മളെ എംബിയിലാട്ടോ നമ്മള് പോവാം. ടോൾ ബൂത്ത് എത്താനായിക്കേ. ടോൾ ബൂത്ത് 1.5 കിലോമീറ്റർ ടോൾ ബൂത്ത് എത്തുന്നതിനെ കൊണ്ട് ഇവിടെ കണ്ണൂർ വിമാനത്താവളം, കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. സൈൻ ബോർഡ്. കണ്ണൂരേക്ക് സ്ട്രൈറ്റ് കണ്ണൂർ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് റൈറ്റിലേക്കുള്ള ഒരു ബോർഡ് കാണാം. അവിടെ നിന്ന് ആരുടെ സർവീസ് പാലം കടന്ന പാട് ലെഫ്റ്റിലേക്ക് എടുക്കുക. കണ്ണൂർ വിമാനത്താവളം, വിമാനത്താവളത്തിലേക്കുള്ള റോഡിനെ കയറുക. ഈ റോഡിനകത്ത് കയറുക. കയറിയാല് പിന്നെ ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ തലശ്ശേരിയും. ഈ റോഡിന് കയറുക. ബോർഡ് കണ്ടെന്ന് സർവീസ് റോഡ് ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാച്ചാൽ വീണ്ടും പിന്നെ സർവീസ് റോഡിനെ നേരെ പിടിക്കുക. നേരെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡിലേക്കുള്ള എൻട്രി ഇല്ലേ, ഇത് മെയിൻ റോഡിലേക്കുള്ള എൻട്രി, അത് കിട്ടുന്നവരെ ഇങ്ങനെ പോവുക. അത് കിട്ടുന്നവരെ പോവുക. കിട്ടുന്നവരെ സൈഡില് ഇപ്പം കാണാം. നമ്മൾ ഏതാണ്ട് അടുത്തോണ്ടിരിക്കുകയാണ് ടോൾ ഗേറ്റ്. ടോൾ ഗേറ്റിന്റെ സൈഡിൽ കൂടി തന്നെ സർവീസ് റോഡ് തന്നെ പിടിച്ച് പോവുക. ഒരു 2.5 കിലോമീറ്റർ നേരെ പോരും. ഇതാണ് ടോൾ ഗേറ്റ്. സൈഡിൽ കാണാൻ. അങ്ങനെ നമ്മളെ അല്ല, നമ്മളെങ്ങനെ ടോള് കൊടുക്കാണ്ട് നമ്മളിങ്ങി പോകുന്നത്. അതുപോലെ തന്നെ എയർപോർട്ട് പോകാനുള്ളവരും, കണ്ണൂർ എയർപോർട്ട് പോകാനുള്ളവരും ഈ റോഡ് തന്നെ പിടിച്ചിട്ടാണ് പോകാറുണ്ട്. അത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് എന്നുള്ള ബോർഡ് കാണുക. അവിടെ സർവീസ് റോഡ് കയറുക. ടോൾ കൊടുക്കുകയും വേണ്ട, നേരെ എന്ത് ചെയ്യുക, ചവിട്ടി പിടിച്ച് പോരുക. സർവീസ് റോഡ് തന്നെ വരിക. പിന്നെ ഇതാ ഇരിട്ടി സൈൻബോർഡ് കഴിഞ്ഞല്ലേ, സൈൻബോർഡ് ഒന്നടക്കം. എനിക്ക് കണ്ണൂർ ഇരിട്ടി അല്ല, ഇവിടുന്ന് റൈറ്റിലേക്ക് പോവുക. ഈ റോഡ് റൈറ്റ് അഞ്ചരക്കണ്ടി റോഡ്. ഇതിൽ തന്നെ പോയാൽ മതി. വലത്തോട്ടെ കടയിൽ പോകേണ്ടത്. നമ്മൾ നേരെ കണ്ണൂരേക്ക് പോകും. വീണ്ടും നമ്മൾ എന്താ മോനെ ദൂരേക്ക് നോക്കാതെ വീണ്ടും നമ്മളെന്തായി ഹൈവേ കയറി 80 കിലോമീറ്റർ സ്പീഡിൽ നമ്മളിങ്ങനെ പോവുകയാണ്. ഇങ്ങനെ അടിച്ച് പിന്നിച്ച് പോകാൻ നല്ല സുഖവും. പക്ഷെ ഇപ്പം നമ്മൾ നേരെ സ്വർഗത്തിലാണ്. നമ്മൾ നേരെ നഗരത്തിലേക്ക് പോകും. റോഡിലേക്ക് ഇനി എത്തുക. അത് സ്വർഗാവട്ടോ. നമ്മളിപ്പം സഹിക്കുന്നത്
നമുക്ക് കുറച്ച് കഴിയുന്നേരം നല്ല സുഖമായിട്ടുള്ള യാത്ര നമുക്ക് കിട്ടും. ശബാര ടോളുകളാണ്. റോഡ് ടാക്സിന് പുറമെ നമ്മൾ ടോള് കൊടുക്കണ്ടേ? മുംബൈ വരെ നമുക്ക് പോവാം. മുംബൈക്ക് ബൈപ്പാസ് അവസാനിക്കുക 1051 കിലോമീറ്റർ മുംബൈക്ക്. ഇത്ര നേരം വന്ന് നല്ല റോഡായിരുന്നു, കാരണം പണി പൂർത്തിയായിട്ടുള്ള റോഡ്. പക്ഷെ ഇതിന്റെ പണി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. വരയൊന്നും മറ്റേ വെള്ള വരയൊന്നും വരണിക്കില്ല, വെള്ള വര വരണം. അല്ല, പിന്നെ ഒരു കോട്ട് കൂടിയും ചെയ്യാനുണ്ട് ഇറങ്ങി. അപ്പൊ എന്തായാലും നമ്മള് കണ്ണൂരൊക്കെ കിടക്കണം. അപ്പോൾ ഈ റോഡ് ഇറങ്ങിയ അവിടെ 2 റോഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു റോഡ് പിന്നെ റെയിൽവേ ക്രോസും ഇതൊക്കെ ആയിട്ടുള്ള റോഡാണ്, മറ്റേത് സാധാ റോഡാണ്. റെയിൽവേ ക്രോസുള്ള റോഡാട്ടോ നല്ല റോഡ് യാത്രക്ക്. മറ്റേ റോഡ് കുണ്ടോം നല്ല ക്രഷായി. അപ്പൊ എന്തായാലും എല്ലാവരോടും പറയാനുള്ള ചില വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും ചില ആളുകൾ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് റോഡ് നിയമങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ പിന്നെ ബസ്സുകാരോട് ഇങ്ങക്ക് വേറൊരു കാര്യമുണ്ട്, ആരും അങ്ങ് മാറത്തരുത്. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. നിങ്ങളെ വിചാരിച്ചിട്ട് എന്താക്കരുത്, പോയാൽ നിൽക്കരുത്. ഓരോരുത്തർക്കും ഓരോരുത്തരെ എന്നാണ് ഭാഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരുടെ സമയത്തിനും വിലയുണ്ട്. ബസ്സില് പലരും പറയുന്നത് ഞാൻ ബസ്സിൽ 100 ആൾക്കാരുണ്ടാവും, 50 ആൾക്കാരുണ്ടാവും. ഓലപ്പൽ തന്നെ കാറിൽ പോകുന്നവനും ഹോസ്പിറ്റലിൽ പോകാനുണ്ടാവും, പിന്നെ ജോലി സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഓനും ഓന്റെ പിന്നെ സമയവും കാര്യങ്ങളൊക്കെ വിലപ്പെട്ടതാണ്. ബസ്സിന് മാത്രമൊന്നുമില്ല. പിന്നെ അത് ഇവിടുത്തെ നിയമത്തിന്റെ ഒരു പ്രശ്നമാണ്. ബസ്സുകാർക്ക് നല്ല ഫൈനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ എല്ലാവരും നല്ല നിലക്ക് എന്താവും ഡ്രൈവ് ചെയ്യും. ആകെ ഇവിടെ നോക്കാനുള്ളതെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇട്ടിക്കോ ഹെൽമെറ്റ് ഇട്ടിക്കോ റോഡിൽ കുയ്യ അടിച്ചിക്കോ ഒന്നും ആരും നോക്കൂല. ആ നേടിയ ഒരു പ്രശ്നമല്ല. അപ്പൊ എന്തായാലും നമ്മളെ മുന്നിൽ എന്തിരിക്കും ബൈക്കാരൻ വീണ് കുയ്യ കൊണ്ടാണ് വീണത്. അപ്പൊ വളരെ വലിയ പോകുന്നത് ഹെൽമെറ്റ് ഇട്ടിക്ക് നിയമമൊക്കെ പാലിച്ച. പക്ഷെ അവന്റെ കൈ അപ്പടിയാ പൊട്ടി. ഇനിയിപ്പം കൈക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സർക്കാർ പിന്നെ കോടതി ഉത്തരവേണ്ടി വരും. കൈക്കും ഇവിടെ എല്ലാം മൊത്തം ഹെൽമെറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സാധനങ്ങൾ റേസിങ്ങിനൊക്കെ അത് നിയമമാക്കിയിട്ട് പിന്നെ ഫൈനും കിട്ടില്ല, സർക്കാരിന് പൈസ കിട്ടില്ല. അപ്പൊ എല്ലാവരും എന്താക്കുക, റോഡ് നിയമങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ജീവനൊക്കെ വിലയുള്ളതാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ അടുത്ത